ഹായ് നോക്കൂ, കുട്ടൂസിനെ ഞങ്ങൾക്ക് തന്നിട്ട് അമ്മ ലുട്ടുവിനെയും മായുവിനെയും കൊണ്ടുപോയി കേട്ടോ. ഇത്രയും വിഷമിച്ച ഒരു ദിവസം ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല കേട്ടോ. ഈ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ വളരെ സങ്കടം തോന്നുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഞങ്ങളെ കുഞ്ഞുങ്ങളെക്കാളും ഞങ്ങൾ നോക്കിക്കൊണ്ട് വന്നതായിരുന്നു. ഒരു ചെറിയ പിഴവിലാണ് വലിയ ഒരു വിഷമം കാണേണ്ടായി വന്നത്. ഈ പൊടി കുഞ്ഞ് കരഞ്ഞ് കരഞ്ഞ് നടക്കുന്ന കാണുമ്പോഴേ സത്യം പറഞ്ഞാൽ വളരെ വിഷമമുണ്ട് ഞങ്ങൾക്ക്. അതുപോലെ തന്നെ 3 പേര് എവിടെയൊക്കെ കളിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ ഈ കുഞ്ഞ് കരഞ്ഞ് കരഞ്ഞ് ചെന്ന് നോക്കും കേട്ടോ. അങ്ങനെ തിരക്കി പോകുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് വളരെ വിഷമമാണ്. കരഞ്ഞുകൊണ്ട് നടക്കുന്നെങ്കിലും ഇടയ്ക്കൊക്കെ ചെറിയ കളിയൊക്കെ കാണിക്കുന്നുണ്ടല്ലോ. എന്നാലും ആ കുഞ്ഞിൻ്റെ മുഖം നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കിയേ. അതിൻ്റെ മുഖത്തുള്ള ആ വിഷമം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നോക്കിയേ, വളരെ സന്തോഷമില്ലാത്ത കളിയും അതുപോലെ വരുന്നുണ്ടോ, കൂടെ ഉള്ളത് വരുന്നുണ്ടോ നോക്കുകയും ഇതൊക്കെ ഞാൻ തട്ടി തെറിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടൊക്കെ ഒരു മൈൻഡിലാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു തമാശ പോലും ഈ വീഡിയോ കൂടെ പറയാൻ എന്നെക്കൊണ്ട് പറ്റുന്നില്ല കേട്ടോ. മാമാന്ന് വിളിച്ച് കമൻറ്റ് തരുന്ന എൻ്റെ ഫാമിലിയോട് ഞാൻ എന്താണ് പറയേണ്ടതെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഞാനൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഒരു ഫാമിലിയെങ്കിലും കുഞ്ഞുങ്ങളെ നോക്കിക്കൊള്ളണേന്ന് എന്നെ ഓർമ്മപ്പെടുത്തുന്നതാണ്. അതിനൊക്കെ ഞാൻ അതുപോലുള്ള മറുപടി കൊടുത്ത ഒരാളാണ്. അതുകൊണ്ട് നിങ്ങൾ എന്താണോ ഈ കമൻറ്റിൽ എന്നെ പറയാൻ ഉദ്ദേശിക്കുന്നതോ അത് കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് കേട്ടോ. അതല്ലാതെ എനിക്ക് വേറെ ഒന്നും പറയാനില്ല. കാരണം എന്ന് പറഞ്ഞാൽ സ്വന്തം അമ്മയാണ് കൊണ്ടുപോയിരിക്കുന്ന, പട്ടിയോ മറ്റൊന്നോ പിടിച്ചോണ്ടൊന്നും പോയതല്ല. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ കാണാതായിട്ട് ഈ അമ്മ പോലും തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ടില്ല. അതാണ് ഞങ്ങൾക്ക് വളരെ സംശയമായിട്ടിരിക്കുന്നത്, അമ്മയുടെ കയ്യിൽ കുട്ടികളുണ്ടാവുമെന്നുള്ള. ഇന്നലെ രാത്രിയിൽ കാണാതാവുന്ന സമയത്ത് വിരുന്നുകാരിയും 3 കുഞ്ഞുങ്ങളുമാണ് മുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ അമ്മ റൂമിനകത്ത് നല്ല ഉറക്കത്തിലായിരുന്നു. അമ്മ ഉറങ്ങുന്ന കണ്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നറിയോ, ഈ റൂമിൻ്റെ ഡോറ് കുറ്റിയിട്ടു. എന്നാൽ ജനൽ ചാരിയിട്ടേ ഉള്ളായിരുന്നു. ഈ കുഞ്ഞുങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഞങ്ങളങ്ങനെ ചെയ്തത്. കുറച്ച് കഴിഞ്ഞ് നോക്കുന്ന കുഞ്ഞുങ്ങളെ കാണാനില്ല. അങ്ങനെ നേരെ റൂമിനകത്ത് കയറി കുറ്റി തുറന്ന് നോക്കുമ്പോഴോ അമ്മേനെയും കാണാനില്ല. അങ്ങനെയാണ് ഞങ്ങൾക്ക് സംശയമായത്. അന്നത്തെ രാത്രി വന്നിട്ടേ ഇല്ല, വിരുന്നുകാരിയും വന്നിട്ടില്ല, അമ്മയും ഈ 2 കുഞ്ഞുങ്ങളും തിരിച്ചു വന്നിട്ടില്ല. കുഞ്ഞിൻ്റെ ആദി പിടിച്ചുള്ള ഓട്ടവും മാമനെ നോക്കി കരച്ചിലുമാണ് മാമന് സഹിക്കാൻ പറ്റാത്തത് കേട്ടോ. എന്നെ നോക്കി ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ നോക്കി കരഞ്ഞു കാണിക്കും. മാമൻ എന്ത് ചെയ്യാനാണ്? മാമൻ്റെ ഒരു ചെറിയ പിഴവിലാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. ജോലിയും കഴിഞ്ഞ് വന്നിട്ടേ ഞാൻ കുളിക്കാൻ പോയായിരുന്നു. കുഞ്ഞുങ്ങളായിട്ട് തിരിച്ചു വരുമെന്നും പറഞ്ഞ് ഞങ്ങൾ രാത്രി തന്നെ 2 മണി വരെ ഈ അടുക്കള ഭാഗത്ത് ഡോറും തുറന്ന് ലൈറ്റ് ഇട്ട് കാത്തിരുന്നു കേട്ടോ. എന്നിട്ട് കാണാത്തതിൻ്റെ പേരിലാണ് പിന്നെ ഞങ്ങൾ കിടന്നത്. അതുപോലെ തന്നെ 5 മണിക്ക് എഴുന്നേറ്റ് ഞാൻ വീണ്ടും വെളിയിൽ ലൈറ്റ് ഇട്ട് പടി തന്നെ ഇരുന്നു, ചിലപ്പോൾ വന്നിട്ടുണ്ടെങ്കിലോ എന്നും പറഞ്ഞിട്ട്. എന്നിട്ടും കണ്ടില്ല, അമ്മയും കണ്ടില്ല, വിരുന്നുകാരീനെയും കണ്ടില്ല കേട്ടോ. അപ്പോൾ കുഞ്ഞുങ്ങൾ അവരെ കൂടെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. തൊട്ടടുത്തുള്ള വീടിൻ്റെ ഏതോ ഒരു സ്ഥലത്താണ് സേഫ്റ്റിയായിട്ട് അവരിവിടെ ഉള്ളത്. കുഞ്ഞു മനസ്സ് വേദനിച്ചിരിക്കുന്ന ഇരിപ്പ് കാണുമ്പോഴേ സത്യം പറഞ്ഞാൽ വളരെ വിഷമം തന്നെയാണ് ഞങ്ങൾക്ക്. അമ്മയോ അല്ലെങ്കിൽ 2 കുഞ്ഞുങ്ങളോ ഇല്ലാതെ ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഈ പൊടി കുഞ്ഞിനുണ്ടായിരിക്കുന്നത്. അമ്മ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്കറിയാൻ പറ്റും. ഇവിടെ ഓടി വാ മക്കളെ, ഓടി വാ, ഇതുപോലെ വിളിച്ചാലാണ് 3 പേര് ഓടി വരുന്നത്. രാത്രിയിൽ പോയ വിരുന്നുകാരിയും വന്നിട്ടില്ല, അതുപോലെ അമ്മയും ഇവിടെ വന്നിട്ടില്ല. നമ്മളിപ്പോൾ ഉള്ളത് ഈ ഒരു പൊടി കുഞ്ഞ് മാത്രമാണ്. എന്തായാലും വരും ആരെങ്കിലും. ഇന്നലെ രാത്രിയിൽ മുങ്ങിയ വിരുന്നുകാരിയാണ് ഇവിടെ മുറ്റത്തൊന്ന് കിടക്കുന്നത്. 10 മണിയായി കാണും. അവളെ കണ്ടുടനെ ഈ ചെറിയ കുഞ്ഞും കൂടെ കൂടിയിട്ടുണ്ട് കേട്ടോ. ആ കുഞ്ഞിനൊരു ആശ്വാസമായി, കരച്ചിലൊന്നും ഇപ്പോഴില്ല. ഈ വിരുന്നുകാരി കൂടെ ഉണ്ടെങ്കിൽ ഈ പൊടി കുഞ്ഞ് രാത്രി കിടന്ന് വിളിക്കത്തില്ല. ഇനി ഞങ്ങൾ വിരുന്നുകാരി ആശ്രയിച്ച് രാത്രി വിരുന്നുകാരി ഇവിടെ തന്നെ കിടത്തും കേട്ടോ. എങ്കിലേ ഇവളുടെ കരച്ചിൽ നിർത്താൻ പറ്റുള്ളൂ. അമ്മ ഇനി 2 കുഞ്ഞുങ്ങളെ കൊണ്ട് എന്ന് വരുമെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. ഞങ്ങൾ കണ്ടുപിടിക്കുന്നത് വരെ നിങ്ങളെല്ലാവരും ക്ഷമിച്ചേ പറ്റുള്ളൂ. എന്തായാലും ഈ തൊട്ട് വീട്ടിൻ്റെ പരിസരത്തൊക്കെയാണ്, ഞങ്ങൾ അറിയുന്ന 1-2 പേരടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവരന്വേഷിക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അവിടെ ഒരു ഇതുപോലെ പൂച്ചക്കുട്ടികളൊക്കെ അവിടെ വരുമെന്ന് പറയുന്നുണ്ട്. എന്തായാലും അവർ അന്വേഷിച്ചവർ പറയും, ഉടനെ ഞങ്ങൾ പൊക്കും കേട്ടോ. കുഞ്ഞുങ്ങളെയും കൊണ്ട് മുങ്ങിയ അമ്മ ഞങ്ങൾ അടുക്കള ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ കൂടെയുള്ള കുഞ്ഞ് കണ്ട് പാല് കുടിക്കുകയാണ് ചെന്നിട്ടേ. അപ്പോൾ എന്തായാലും 2 കുഞ്ഞുങ്ങളും ഇവളെ കൂടെ തന്നെ ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിലേ ഈ അമ്മ വളരെ കരച്ചിലും അതുപോലെയുള്ള അന്വേഷണങ്ങളൊക്കെ ഉണ്ടാവും. അവൾ വളരെ ശാന്തരായി സമാധാനമായിട്ട് സന്തോഷത്തോടെയാണ് അവിടെ ഇരുന്ന് കൈയും കാലൊക്കെ തുടയ്ക്കുകയും ഒക്കെ ചെയ്യുന്നത്.
ഇതാ അടുക്കളയ്ക്കകത്ത് കയറി കേട്ടോ. എന്തായാലും കുഞ്ഞിന് പാല് കൊടുക്കാമെന്നുള്ള പരിപാടിയാണ്. ഇനി കൊടുക്കുമെന്നൊന്നും അറിയില്ല. 2 കുഞ്ഞുങ്ങളും ഇവളുടെ കസ്റ്റഡിയിലാണെങ്കിൽ ഈ കാണുന്ന പൊടി കുഞ്ഞിന് ഇവിടെ വെച്ച് പാൽ അവൾ കൊടുക്കൂല, വിളിച്ചുകൊണ്ട് പോകാനേ നോക്കുകയുള്ളൂ. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ അവളെ കയ്യിൽ തന്നെ കുഞ്ഞുങ്ങളുണ്ട്. ഞങ്ങൾക്കിത്ര സങ്കടം എന്താണെന്നറിയോ, 3 കുഞ്ഞുങ്ങളെയും പ്രസവിച്ചത് ഞങ്ങളെ വീട്ടിനകത്ത് തന്നെയാണ്. അതുപോലെ ഇത്രയും ചെറിയ കുഞ്ഞിലാണ് ഈ തള്ളയും ഇവിടെ വന്നത്. അങ്ങനെയുള്ള സ്നേഹമുള്ളതുകൊണ്ടാണ് അവളിവിടെ പ്രസവിച്ചതും ഞങ്ങൾ അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തതും. ആ കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷവും വളരെ ഹാപ്പിയായിരുന്നു ഞങ്ങൾ. അങ്ങനെയാണ് ഞങ്ങൾ ഈ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് തന്നെ. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അംഗം പോലെ ആയിക്കഴിഞ്ഞ് ഞങ്ങളെ മക്കളെ പോലെ ഞങ്ങൾ നോക്കി കാണുന്നതാണ് ഈ കുട്ടികളെ. അതിൽ 2 ആളിനെ മിസ്സിങ് ആയി. ഇവക്കെന്ന് പറഞ്ഞാൽ ഇവിടെ നിൽക്കാൻ താല്പര്യം വളരെ ഇല്ല കേട്ടോ. ഞങ്ങളെ വാരി പിടിച്ചുകൊണ്ട് ഈ 3 കുഞ്ഞുങ്ങൾ നടക്കുന്നത് ഈ അമ്മയ്ക്ക് അങ്ങോട്ട് സഹിക്കണില്ല. അതാണ് കൂടുതലും കൊണ്ടുപോകാനുള്ള പരിപാടി. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള വീടുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവരൊക്കെ ഓടിക്കും കേട്ടോ. അങ്ങനെയുള്ള ഭാഗത്തേക്കാണ് ഈ തള്ള കുഞ്ഞുങ്ങളെ കൊണ്ട് പോകുന്നത്. വളരെ ബുദ്ധിശാലിയുള്ള അമ്മയാണ്. കാരണം എന്താണെന്നറിയോ, ഞങ്ങൾ ഇവളെ ശ്രദ്ധിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നതുകൊണ്ടാണ് ഇവളെ ഇടയ്ക്കിടയ്ക്ക് വീണ്ടും ഞങ്ങൾ അടുത്തോട്ട് വരും, വീണ്ടും ഇതുപോലെ പടി വന്ന് കിടക്കും. അങ്ങനെ ഒരു ടൈം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഒരു ലേശം ടൈം തെറ്റിക്കഴിഞ്ഞാൽ എപ്പോഴും കൊണ്ടുപോയെന്ന് നോക്കിയാൽ മതി. അങ്ങനെ സംഭവിച്ചാണ് ഇന്നലെ വൈകിട്ട് 2 കുഞ്ഞുങ്ങൾ മിസ്സായത്. ഇതാ പരിപാടി. ഇവളിങ്ങനെ വാല് കറക്കുന്നതെന്ന് വെച്ചാൽ പിള്ളേരെ കൂടെ ചെല്ലാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ഞങ്ങളിത് പലപ്പോഴും കാണാറുള്ളതുകൊണ്ടാണ് ഈ പറയുന്നത്. ഈ വാല് കറക്കുന്നത് പിള്ളേരെ കളിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനാണ്. അത് എങ്ങനെയെങ്കിലും കൊണ്ടുപോകും. ഈ കുഞ്ഞിന് തന്നെ നോക്കിയേ, കിടന്നല്ല പാല് കൊടുക്കുന്നത്. ഇതെല്ലാം ഒരു നാട്ടകമാണ്. അതുപോലെ തന്നെ 2-3 പ്രാവശ്യം ഇവിടെ കിടന്ന് കറങ്ങുകയും തിരിച്ച് പോവുകയൊക്കെ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് സംശയമായിട്ട് ഞങ്ങൾ അടുത്തുള്ളൊരു സുഹൃത്തിൻ്റെ അടുത്ത് പറഞ്ഞു. അവരെ വീട് തൊട്ടടുത്താണ്, ആ ഭാഗത്തേക്കാണ് പോകുന്നതെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ആ കുഞ്ഞുങ്ങളവിടെ ഉണ്ടെങ്കിൽ എടുക്കാനുള്ള ഒരു ഏർപ്പാട് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. കിട്ടിക്കഴിഞ്ഞാൽ നാളത്തെ വീഡിയോയിൽ പഴയതുപോലെ 3 പേരും ചാടി ഓടി കളിക്കുന്ന വീഡിയോ നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും. ഇത് അറിഞ്ഞപ്പോൾ തന്നെ വളരെ സന്തോഷം ഞങ്ങൾക്കായിരിക്കുകയാണ്. അതുപോലെ തന്നെ വിരുന്നുകാരിയും ഞങ്ങളെ നിരീക്ഷണത്തിലാണ്. വിരുന്നുകാരിയും പോകുന്നത് ഈ അമ്മ പോകുന്ന അതേ റൂട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങളവിടെ എന്തായാലും ഉണ്ടാവും, അത് 100% ഉറപ്പാണ്. അതുകൊണ്ട് ഞങ്ങൾ തൊട്ടടുത്തുള്ള വീട്ടുകാരായിട്ട് ഒരു ബന്ധം സ്ഥാപിച്ച് പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞു അവരെ വീട്ടിൻ്റെ ഭാഗത്തുണ്ട്, ഞങ്ങൾ കണ്ടു എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ ഫോട്ടോ ഒക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ് കളറെന്നും പറഞ്ഞിട്ട് അമ്മ പൂച്ചയുടെ. അപ്പോൾ കണ്ടിട്ട് പറഞ്ഞ് ഈ പൂച്ചയാണ് ഞങ്ങളെ വീട്ടിൻ്റെ ഭാഗത്തും വന്നായിരുന്നത്, അത് കയറി പോകുന്ന ഞങ്ങളെ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ളൊരു വീട്ടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് എടുക്കാനോ അല്ലെങ്കിൽ ആ കുഞ്ഞവിടെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞങ്ങളൊരാളിനെ ഏർപ്പാടുപ്പെടുത്തുന്നുണ്ട് ഉടനെ. അങ്ങനെയാണെങ്കിൽ നല്ല പഴയതുപോലെയുള്ള വീഡിയോയും കാര്യങ്ങളും നമുക്ക് കാണാം. അതുപോലെ ഇന്ന് തൊട്ട് നമ്മുടെ വിരുന്നുകാരിയായിരിക്കും ഞങ്ങളെ വീട്ടിലെ വലിയ ഒരു അതിഥിയായിട്ട് നിൽക്കാൻ പോണത്. കാര്യം എന്ന് വെച്ചാൽ ഈ കുഞ്ഞിന് കൂട്ടായിട്ട് ആരും ഇല്ലാത്തതുകൊണ്ട് വിരുന്നുകാരിക്കായിരിക്കും വീട്ടിലെ 1-ാം സ്ഥാനം ഞങ്ങൾ കൊടുക്കുന്നത്. ഈ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ പറയുന്നില്ല. ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അടുത്ത 3 പിള്ളേരുമായിട്ടുള്ള വീഡിയോ ഉടനെ ഞങ്ങൾ തിരിച്ചു വരും, പിള്ളേരെ കിട്ടിക്കഴിഞ്ഞാൽ. അതുവരെ എല്ലാവർക്കും ഓക്കെ, ബൈ.